പോലീസ് ആസ്ഥാനത്തെ AIG വിനോദ് കുമാറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുത്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പോലീസ് ഡ്രൈവറാണ് വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലാണ് വാഹനാപകടം ഉണ്ടായത്. AB ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, ഇത് വളരെ വിചിത്രമായ ഒരു നടപടിയാണ് ഉണ്ടായത്. ഈ AIG വിനോദ് കുമാറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ കാൽനട യാത്രക്കാരനെതിരെ കേസെടുക്കുന്ന സംഭവം ഇതെങ്ങനെ ഉണ്ടായി? എന്താണ് ഇതിലെ തുടർ നടപടികൾ? എന്തായിരിക്കും? കഴിഞ്ഞ 30-ാം തീയതിയാണ് തിരുവല്ല കുറ്റൂരിൽ വെച്ച് ഇത്തരത്തിൽ AIG സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം അപകടത്തിൽ പെടുന്നത്, അപകടമുണ്ടാക്കുന്നത്. ഈ അപകടത്തിൽ ഈ അതിഥി തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോമയിൽ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് തിരുവല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിചിത്രമായൊരു FIR ഇടുന്നത്. FIRൽ പ്രതി എന്ന് പറയുന്നത് അപകടത്തിൽ പരിക്കേറ്റ ആളും മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡ്രൈവറുടെ മൊഴിയാണ് രേഖപ്പെടുത്തി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസ് എന്തായാലും കേസെടുത്തിരിക്കുന്നത്. AIGയുടെ സ്വകാര്യ വാഹനം ഓടിച്ചത് പോലീസ് ഡ്രൈവർ അനന്തുവാണ്. എങ്ങനെ ഒരു AIGയുടെ സ്വകാര്യ വാഹനം ഒരു പോലീസ് ഡ്രൈവർക്ക് ഓടിക്കാനാകുമെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം എങ്ങനെ വളരെ മിനിറ്റുകൾ കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട FIR ഒക്കെ തിരുവല്ല പോലീസ് ഇടുന്നത്. പലപ്പോഴും അപകടം ഉണ്ടായി പോലീസിൻ്റെ FIRന് വേണ്ടി സാധാരണക്കാർ കാത്തു നിൽക്കേണ്ട ഒരു സമയത്താണ് മണിക്കൂറുകൾ കൊണ്ട് തിരുവല്ല പോലീസ് ഇത്തരത്തിൽ AIGയുടെ വാഹനം ഇടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൽ പരിക്കേറ്റ ആളെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അടിമുടി ദുരൂഹതയാണുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അവധിയിലുള്ള സമയത്താണ് ഇത്തരത്തിലൊരു ഇടപാട് തിരുവല്ല പോലീസ് നടത്തിയത്. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയെ ഇത്തരം വിഷയം അറിയിച്ചതുമില്ല. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ ഈ പോലീസിലെ തന്നെ ഒരു വിഭാഗം ജില്ലാ പോലീസ് മേധാവി അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ വിഷയം അറിയുന്നത്. അദ്ദേഹം അവധി കഴിഞ്ഞ് എത്തിയ ഉടൻ തന്നെ വിഷയം വിശദമായി പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുമെന്നാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവും ജില്ലാ പോലീസ് മേധാവി ഇന്ന് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയാണ് ഈ വിഷയത്തിലുള്ളത്. കാരണം ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള വിനോദ് കുമാർ എന്ന് പറയുന്ന AIGയുടെ വാഹനം, സ്വകാര്യ വാഹനം തൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തിൽ തിരുവല്ല പോലീസ് ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാതെ ഇത്തരത്തിൽ FIR ഇടുന്നു. FIRും അതിവിചിത്രമായൊരു FIR ഇടുന്നു. അങ്ങനെ വലിയ വിവാദം ഉണ്ടാകുന്നു. SP-ക്ക് വലിയ അതൃപ്തിയുണ്ട്. അദ്ദേഹം ഈ അതൃപ്തി സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ വിനോദ് കുമാറിൻ്റെ കാര്യം പറയുമ്പോൾ GK നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം മുമ്പ് വനിതാ SIമാർ, പത്തനംതിട്ടയിലെ വനിതാ SIമാർ പരാതി നൽകിയത് ഇതേ SP-ക്കെതിരെയായിരുന്നു. മുമ്പ് ഈ DIGയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ റിപ്പോർട്ട് DIGയുടെ റിപ്പോർട്ട് ഈ വിനോദ് കുമാർ പറയുന്ന വ്യക്തിക്കെതിരെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പത്തനംതിട്ട SP ആയിരുന്നു. പിന്നീട് അദ്ദേഹം പ്രൊമോഷനൊക്കെ ലഭിച്ച് AIG ആയി പോലീസ് ആസ്ഥാനത്തേക്ക് ക്രമസമാധാന ചുമതല നോക്കുവാൻ വേണ്ടി പോയി. അങ്ങനെ പത്തനംതിട്ട വിട്ടു പോകുമ്പോൾ പോലും മുമ്പ് ജില്ലാ പോലീസ് മേധാവി ആയിരുന്ന ജില്ലയിൽ ഇപ്പോഴും ആ സ്വാധീനമുണ്ട്. തനിക്കെതിരെ എന്ത് പരാതി വന്നാലും എന്ത് അലിഗേഷൻ വന്നാലും നോക്കാൻ ആളുണ്ടെന്നൊരു ധൈര്യത്തിൽ തന്നെയാണ് AIGയുടെ ഇത്തരത്തിൽ പൂർണ്ണമായും ചട്ടവിരുദ്ധമായ കാര്യങ്ങളെന്നത് വ്യക്തമാണ്. ഈ കേസിൽ എന്തായാലും പ്രത്യക്ഷമായി തന്നെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം വ്യക്തമാണ്. ഇനി എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വരിക. ഈ സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകുമോ, അതോ ഇനി ആ പോലീസ് ഡ്രൈവർക്ക് പ്രമോഷൻ കിട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട പഴയ കേസുകളുടെ ചരിത്രം എടുക്കുമ്പോൾ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന ഘട്ടത്തിൽ പോലും സർക്കാർ സംവിധാനങ്ങൾ അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന പല നടപടികളുമാണ് ഉണ്ടായത്. ഈ വനിതാ ഉദ്യോഗസ്ഥരുടെ പരാതിയിലൊക്കെ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഈ മുൻ SP അല്ലെങ്കിൽ ഇപ്പോഴത്തെ AIG സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നു. അദ്ദേഹവും കാറിലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് അപകടം. ആ അപകടത്തിലാണ് AB ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.